സുഹൃത്തുക്കളെ, ഇന്ന് ലോക സാമ്പത്തിക വ്യവസ്ഥയെ കുലുക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ലോകത്തിലെ എണ്ണ വിതരണം വലിയ രീതിയിൽ തടസ്സപ്പെട്ടു. ഇതിൻ്റെ ഫലമായി എണ്ണവില കുത്തനെ ഉയർന്നു. എണ്ണവില ഉയർന്നതോടെ മറ്റൊരു വലിയ പ്രശ്നമുണ്ടായി. പല രാജ്യങ്ങളുടെയും കറൻസികളുടെ മൂല്യം ഡോളറിനെതിരെ ഇടിഞ്ഞു. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത് കൂടുതൽ ബാധിച്ചു. ഇതിൻ്റെ ഫലമായി വിലക്കയറ്റം കൂടുകയും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രയാസപ്പെടുകയും ചെയ്തു. വിലക്കയറ്റം ഉയർന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ വില കുറയുന്നു. അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ശേഷി കുറയുന്നു. ഇത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ ഒരു മന്ദഗതിയിലേക്ക് അഥവാ മാന്ദ്യത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വികസന രാജ്യങ്ങൾക്കാണ് ഇതിൻ്റെ ആഘാതം കൂടുതൽ. ഇതോടൊപ്പം മറ്റൊരു ഗുരുതരമായ പ്രശ്നം കൂടി ഉയർന്നു വരുന്നു: വളങ്ങളുടെ ക്ഷാമം. എണ്ണ ലഭിക്കാത്തതിനാൽ വളനിർമ്മാണം കുറയുന്നു. അതിൻ്റെ ഫലമായി കൃഷി ഉൽപ്പാദനം കുറയാം. ഇത് ഭക്ഷ്യക്ഷാമത്തെയും ദാരിദ്ര്യത്തെയും കൂടുതൽ രൂക്ഷമാക്കും. ഇവിടെ ഒരു വിചിത്രമായ സത്യമുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയിൽ എണ്ണയുടെ വിഹിതം വളരെ ചെറിയതാണ്, 3% താഴെ മാത്രം. അപ്പോൾ ചെറിയ ഒരു ഘടകം ഇങ്ങനെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എങ്ങനെ? ഇതിന് മറുപടി നൽകിയിട്ട് സാമ്പത്തിക ചിന്തകരായ ഹാർലി മാക്ഡോഫ് ആണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമാണ്. എണ്ണ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇല്ലെങ്കിൽ ഉൽപ്പാദനം തന്നെ നടക്കില്ല. അതായത് എണ്ണയുടെ വില ചെറുതായിരിക്കാം, പക്ഷെ അതിൻ്റെ പ്രാധാന്യം അതിവലുതാണ്. എണ്ണയില്ലാതെ ഫാക്ടറികൾ പ്രവർത്തിക്കില്ല, ഗതാഗതം നടക്കില്ല, സേവന മേഖല പോലും നിലനിൽക്കില്ല. ഇതിനെ മറ്റൊരു രീതിയിൽ പറയാം, എണ്ണ ഒരു സാർവത്രിക ഇടനില വസ്തുവാണ്. അതായത് എല്ലാ ഉൽപ്പന്നങ്ങളിലും അതിന് പങ്കുണ്ട്. ഒരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കപ്പെടണം: എണ്ണ ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓരോ ഘട്ടത്തിലും വില കൂട്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എണ്ണ വിലയിൽ ചെറിയ വർധനവുണ്ടായാലും അവസാനം വിപണിയിലെ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവായി അത് പ്രകടമാകും. ഇവിടെ മറ്റൊരു പ്രധാന വിഷയമുണ്ട്: ഡോളറിൻ്റെ സ്ഥാനം. ഇന്നത്തെ ലോകത്ത് പ്രധാന കറൻസിയാണ് അമേരിക്കൻ ഡോളർ. മുമ്പ് കറൻസികൾ സ്വർണവുമായി ബന്ധിപ്പിച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഡോളർ ഇന്നും ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് എണ്ണയാണ്. ഇത് തുറന്ന രീതിയിലല്ല, മറിച്ച് പരോക്ഷമായ രീതിയിലാണ്. എണ്ണവില സ്ഥിരമായി നിലനിർത്തുന്നത് ഡോളറിൻ്റെ സ്ഥിരതയ്ക്ക് വളരെ പ്രധാനമാണ്. ഇതുകൊണ്ട് തന്നെ ഒരു പുതിയ ആശയം ഉയരുന്നു. ഗോൾഡ് സ്റ്റാൻഡേർഡിന് പകരം ഇന്ന് നമ്മൾ ഓയിൽ ഡോളർ സ്റ്റാൻഡേർഡ് ഉള്ള ലോകത്തിലാണ്. അമേരിക്ക വർഷങ്ങളായി ഡോളർ അച്ചടിച്ച് ലോകത്തേക്ക് വിടുകയാണ്. ആ ഡോളറിൻ്റെ മൂല്യം നിലനിർത്താൻ എണ്ണവില നിയന്ത്രണം നിർണായകമാണ്. അതുകൊണ്ടാണ് അമേരിക്ക എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇറാനെയും വെനിസ്വേലയെയും നിയന്ത്രണത്തിലാക്കാൻ അമേരിക്ക ശ്രമിച്ചു. ഇറാനിൽ ഭരണകൂടമാറ്റം ഉണ്ടാക്കാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഇവിടെ വലിയ പിഴവാണ് സംഭവിച്ചത്. ഇറാൻ കീഴടങ്ങിയില്ല, പകരം യുദ്ധം നീണ്ടു, എണ്ണവില ഉയർന്നു. ഇതിൻ്റെ ഫലമായി ഡോളറിൻ്റെ സ്ഥിരത തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ്. ലോക സാമ്പത്തിക വ്യവസ്ഥ പ്രതിസന്ധിയിലാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാവുകയാണ്. ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്: ചെറിയതായി തോന്നുന്ന കാര്യങ്ങൾ പോലും ലോകത്തെ മുഴുവൻ കുലുക്കാൻ കഴിയും. എണ്ണ വെറും 3% മാത്രമായിരിക്കാം, പക്ഷേ അതിൻ്റെ സ്വാധീനം 100%. അവസാനമായി യുദ്ധങ്ങളും സാമ്രാജ്യത്വ രാഷ്ട്രീയവും ലോകത്തെ സമാധാനത്തിലേക്കല്ല പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്.